ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ഉത്രം നക്ഷത്രത്തിൽ പറഞ്ഞവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ഉത്രം നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 ആണ്ട് ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ഇതിലെടുത്തു പറയേണ്ടത് ചില അപവാദങ്ങൾക്ക് ഇട കാണുന്നുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ അറിഞ്ഞുകൊണ്ട് വൻ ബാധ്യതകളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. വല്ലവരുടെയും കാര്യത്തിൽ ഇടപെട്ട് അവരുടെ ബാധ്യത നമ്മുടെ ചുമലിൽ വന്ന് പെടരുത്. സൂക്ഷിച്ച് ധനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക. അല്ലെങ്കിൽ ചിലർക്ക് മധ്യസ്ഥനായിട്ട് പോകുമ്പോഴൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് നിൽക്കുക, സംസാരിക്കുക. ആഗ്രഹിച്ചിരുന്ന ജീവിത പങ്കാളിയെ തന്നെ നിങ്ങൾക്ക് ഈ വിവാഹജീവിതം നടത്തുന്നവർക്ക് ആഗ്രഹിച്ചിരുന്ന ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസം. അധ്യാപകർക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. സ്വന്തമായിട്ടൊരു ഗൃഹം എന്നുള്ള സ്വപ്നമൊക്കെ സ്വന്തമാവുന്ന സമയമാണ്. ഗൃഹം സ്വന്തമാക്കാൻ അവസരമുണ്ട്. വിദേശ ജോലി സ്വപ്നം കണ്ടിരുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് പണം ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. സന്താനങ്ങൾ കുറച്ച് ദൂർത്തുണ്ടാക്കി തരുന്നതാണ്. അനാവശ്യമായിട്ട് നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ചിലവ് ചെയ്ത് തരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ സന്താനങ്ങളുടെ ഭാവം അത്ര ഗുണകരമല്ല. ശാസന വേണ്ടി വരുന്ന സമയമാണെങ്കിൽ അതിൽ മടിക്കരുത്. ശാസന കൊണ്ട് എന്താ പറയുക, ശിക്ഷാവധികൾ കൊണ്ടും ഇങ്ങനത്തെ സ്വഭാവങ്ങളിൽ മാറ്റം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇത് അപകടം ചെയ്യും. അപ്പോൾ സന്താനങ്ങൾ പണം അനാവശ്യമായിട്ട് നമുക്ക് ചിലവഴിച്ച് തരുന്നൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. നിങ്ങളുടെ പോക്കറ്റ് കാര്യമാകാതെ നോക്കണം. മാസാവസാനം ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. കുടുംബ ബഡ്ജറ്റൊക്കെ താറുമാറാകും. നിങ്ങൾ പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഗുണകരമായ സമയമാണ്. സഹപ്രവർത്തകരുടെ സഹകരണം നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് മാസം അവസാനമൊക്കെ ആകുമ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായി വരുന്ന സമയമാണ്. സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും. നിങ്ങളുടെ മുൻകോപം ഒന്ന് കുറച്ചില്ല എങ്കിൽ അത് പല വിപത്തുകൾക്കും കാരണമാകും. നിങ്ങളെ പല വിപത്തുകളിലേക്കും ചെന്ന് ചാടുന്ന അവസ്ഥ വരും ഈ മുൻകോപം കാരണം. നിങ്ങൾ വാഗ്ദാനങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു എന്ന് വരത്തില്ല. നിങ്ങളെ വിശ്വസിച്ചിരുന്നവരിൽ നിന്നും വഞ്ചന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസം. സ്വജനങ്ങളുടെ വിരോധം സമ്പാദിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അരുതാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. വ്യത്യസ്ത മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ധന വരവുണ്ടാകുന്നതുകൊണ്ട് തന്നെ മാസം അവസാനമൊക്കെ ആകുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലൊരു ഉണർവുണ്ടാകുന്നതാണ്. ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ മാസത്തെ ഫലം. ഇതിലെ ഗുണഫലങ്ങളുടെ മാറ്റു വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ വിഘ്നേശ്വര ഭഗവാന്റെ പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കുക. കറുകമാല, കറുകപ്പുല്ല് ഒക്കെ കൊടുക്കുക. ഒപ്പം 21 നാരങ്ങയിൽ കോർത്ത മാല 21 വെള്ളിയാഴ്ചകളിലോ അല്ലെങ്കിൽ 3 വെള്ളിയാഴ്ചകളിലോ നിങ്ങൾ കൊടുക്കുന്നതും ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ സന്താനങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ക്ലേശങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് നവഗ്രഹ പൂജ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഇത്രയൊക്കെ ചെയ്താൽ ഒരുവിധം കാലം അനുകൂലമായി വരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.